أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. صدق الله العلي العظيم. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇത്രയും സ്നേഹാദരം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീന്റെ വഴിയിൽ ആദർശ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സ്നേഹനിധിയായ നാഥന്റെ വിധിവിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകുന്നുവെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ നമുക്ക് കനിഞ്ഞരുളിയ ജീവിതം, ഈ ജീവിത വഴി അതേറ്റവും ഉത്കൃഷ്ടമാണെന്നും അത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും ഏറ്റവും സൗന്ദര്യമുള്ളതാക്കുന്നതാണെന്നും നമ്മൾ മുമ്പ് പറഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രയോഗിച്ച ഒരൊറ്റ വാക്ക് അൽ ഇസ്ലാമു നിളാമുൻ മുതകാമിലുൻ ഷാമിലുൻ ലിജമീഇ ജവാനിബിൽ ഹയാത്ത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ഇസ്ലാമിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതൊരനുഭൂതിയായിട്ട് മാറിയിട്ടുണ്ടാവില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പല ആളുകളുടെയും മനോദുരങ്ങളുടെ ദീനെന്ന് പറയുന്നത് ദുനിയാവിൽ കഷ്ടതയും അല്ലെങ്കിൽ ദുനിയാവിൽ പ്രയാസങ്ങളും ആ പ്രയാസങ്ങൾ സഹിക്കുന്നതിലൂടെ കിട്ടുന്ന പരലോകത്തെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെയാണ് പലപ്പോഴും ആളുകൾ ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ പഠിപ്പിച്ചൊരു ദുആ സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. വമിൻഹും മൻ യഖൂലൂന റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വിശ്വാസികളുടെ ദുആയാണിത്. ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണിത്. പടച്ചവനെ, ദുനിയാവിൽ എനിക്ക് നന്മ നൽകണം, നാളെ ആഖിറത്തിലും എനിക്ക് നന്മ നൽകണം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ആ അർത്ഥത്തിൽ ദീൻ അനുഭവിക്കാൻ സാധിക്കുക? അതിന് നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വ്യതിരിക്തമാക്കുന്ന ഘടകം എന്താണെന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈവൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ച ഒരു ചരിത്ര സംഭവം ഇവിടെ പറയാം. 950ഓളം വർഷം ജീവിച്ച നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു ഏടാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം
പ്രബോധന ദൗത്യം നിർവഹിച്ചു, എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷെ ഖുർആനിൽ തന്നെ സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്, ഞാൻ ആളുകളെ നദർതു ഖൗമി ലൈലം വനഹാറ, രാവും പകലും വിളിച്ചു. വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തതെന്ന് നൂഹ് അലൈഹിസ്സലാം സൂറത്തു നൂഹില് അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കാൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കുടുംബം പോലും കൂടെ നിന്നില്ല. ഭാര്യയെ കുറിച്ച് സൂറത്തു തഹ്രീമില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വറബല്ലാഹു മസൽ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നിഷേധികൾക്ക് ഉദാഹരണമായിട്ട് ആദ്യം പറയുന്ന ആരെ കുറിച്ചാ? നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് നിഷേധികൾക്ക് ഉദാഹരണം. പിന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞെങ്കിലും നൂഹ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ ഒരാളെ കൂടി സവിശേഷമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതാരെ കുറിച്ചാണ്? അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചാണ്. മകനെ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നത്, പ്രളയം സംഭവിച്ച ഘട്ടത്തിൽ വിശ്വാസി സമൂഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലിൽ കയറുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ നിർമ്മിച്ചിട്ട്. അങ്ങനെ കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ മകനോട് നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ കയറാൻ പറയുമ്പോൾ മകൻ പറഞ്ഞത് എന്താ? ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഉപ്പാ, നിങ്ങളുടെ കൂടെ കയറുന്ന ആവശ്യം എനിക്കില്ല, മറിച്ച് ഞാൻ ഈ പർവ്വതത്തിൽ കയറിക്കൊള്ളാം, ഞാൻ അവിടെ നിന്നോളൂ, അതെന്നെ ഈ പ്രളയത്തിൽ നിന്ന്, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചായിരുന്നു. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അല്ലാഹ് വിചാരിച്ചല്ലാതെ ഒരാളൊന്നും ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. അങ്ങനെ മൗജ്, തിരമാല വന്നു, ആ മകൻ മുങ്ങി മരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു പിതാവ്, നൂഹ് അലൈഹിസ്സലാം ഒരു മനുഷ്യനായിരുന്നു. ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരൊക്കെ മനുഷ്യരായിരുന്നു. നൂഹ് അലൈഹിസ്സലാം മകൻ മരിക്കുന്ന കാഴ്ച കണ്ടപ്പോ അള്ളാഹുവിനോട് പറയുകയാണ്, വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. പടച്ചോനെ, എന്റെ മകനാ മുങ്ങി മരിക്കുന്നത്, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹുവിനോട് പറയുകയാണ്, മകനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാമിനെ തിരുത്താണ്. എന്താ പറയുന്നത്? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലി. നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിനെ അഹ്ലിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ അഹ്ൽ എന്ന് പറയുന്നത് മാതാപിതാക്കളെക്കാൾ ഉപരി റബ്ബുമായി കണക്ട് ചെയ്യുന്ന അഹ്ലാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിക്ക് തന്റെ മാതാപിതാക്കളെക്കാൾ കണക്ഷൻ ആരോടായിരിക്കണം? അള്ളാഹുവിനോടായിരിക്കണം. വിശുദ്ധ ഖുർആനില് റബ്ബ് എന്ന പ്രയോഗം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു മനുഷ്യനെ ജീവിതത്തിൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് നാഥൻ, അല്ലെ? അള്ളാഹു പറയാണ്, ഞാൻ ഉദ്ദേശിച്ച അഹ്ൽ അതാണ്. അള്ളാഹു പറയാണ്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. കാരണം അവൻ സാലിഹ്യങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല, അവന്റെ അമലുകൾ അങ്ങനെ ആയിരുന്നില്ല. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്. അള്ളാഹു പറയുന്ന കാര്യം നമ്മൾ ചിന്തിപ്പിക്കണം. നീ ഒരിക്കലും ഇൽമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കാൻ പാടില്ല. ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച് അതിന് ഉപദേശിക്കുന്നു, അല്ലെ? എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൂഹ് അലൈഹിസ്സലാമിന്റെ വീക്ഷണത്തിൽ ഏറ്റവും ശരിയായ ഒരു കാര്യം ചോദിക്കുമ്പോ അള്ളാഹു തിരുത്തുകയാണ്, ഇൽമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കാൻ പാടില്ല, നീ ജാഹിലീങ്ങൾ പെട്ടുപോകുന്നതിനെ കുറിച്ച് എന്നെ ഉപദേശിക്കുന്നു. ഒരു മകൻ മരിക്കുമ്പോൾ പിതാവ് എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണ്ടേ? മിനിമം. അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ കുറിച്ച് നൂഹ് അലൈഹിസ്സലാം തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, പ്രവാചകന്മാരാണെങ്കിൽ പോലും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ജാഹിലിയങ്ങളിൽ പെട്ടുപോകും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയും അവിശ്വാസിയും വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവുന്നത്. ഈ ചോദ്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മകനൊക്കെ പഠിക്കുമ്പോ ഒരിക്കലും കുടുംബ പാരമ്പര്യമല്ല ദീന്റെ അടിസ്ഥാനം, നമ്മുടെ പേരല്ല അടിസ്ഥാനം. പേരല്ല എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക,
സഹാബികളുടെ പേരുകളൊക്കെ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു 99% ആളുകളുടെ പേരും ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പേരായിരുന്നു. പിന്നെ എന്താണ് നമ്മളെ യഥാർത്ഥ വിശ്വാസിയാക്കുന്ന ഘടകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഒന്നാമതായിട്ട് ഇൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മം അല്ലെങ്കിൽ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനമെന്നാണ്, അല്ലെങ്കിൽ ഒരാളെ വിശ്വാസിയാക്കി തീർക്കുന്ന ഘടകം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇൽമ് അത് ഒരു വിശ്വാസിയെ കുറിച്ച് മാത്രമല്ല, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം അതാണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ അവൻ ജനിക്കുമ്പോ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതി ജനിക്കുന്നത്. പക്ഷെ അവനെയും മറ്റ് ജീവജാലങ്ങളും താരതമ്യം ചെയ്ത് നോക്ക്. ഒരു മനുഷ്യൻ ജനിച്ചാല് അവന് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെ? പക്ഷെ മറ്റ് മൃഗങ്ങളും പക്ഷി ലതാദികളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ഒരു പട്ടിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു പശുവിന്റെ കുഞ്ഞിനെയോ എടുത്ത് വെള്ളത്തിലിട്ടു, എന്താണ് സംഭവിക്കുക? അത് നീന്തി രക്ഷപ്പെടും, അല്ലെ? പക്ഷെ മനുഷ്യന് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോ മറ്റ് ജീവജാലങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റി പോലും മനുഷ്യൻ ഉണ്ടാവുന്നില്ല. മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച എന്താണ്? അവൻ പഠിച്ചെടുക്കണം. പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവ്, ബുദ്ധി അവന് നൽകിയിട്ടുണ്ട്. അതാണ് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന ഘടകം. അതാണ് ഒരു ഉറുദു കവി പറഞ്ഞതാണ്, ഇൽമുള്ളവനാണ് മനുഷ്യനാവുന്നത്, ഇൽമില്ലാത്തവൻ മൃഗം എന്നല്ല. ശരിക്കും നമ്മുടെ വാക്യത്തില് മൃഗങ്ങൾക്ക് ഈ മനുഷ്യനേക്കാൾ വിവരം ഉണ്ടാവും, അല്ലെ? കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ഏറ്റവും അടിസ്ഥാനമായി പറഞ്ഞൊരു കാര്യം എന്താ? നിങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു സംഗതി തലബുൽ ഇൽമ്, നിങ്ങൾ അറിവ് നേടണം. അത് ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമ, ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീക്കും നിർബന്ധമായ കാര്യമാണ്. നിങ്ങൾ ദീനിനെ കുറിച്ച് അറിയണം, ഇൽമ് നേടാൻ ശ്രമിക്കണം. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ അർത്ഥത്തിൽ ദീൻ ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് മനസ്സിലാകാൻ ആ ദീനിനെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, അടിസ്ഥാന വിവരം എന്ത് ചെയ്യണം? ഓരോരുത്തരും നേടിയെടുക്കണമെന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒന്നാണ് ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകളുടെ അവതരണം, അല്ലെ? ദീർഘകാലം ആ സമൂഹത്തിന്റെ വഴികേടിനെ കുറിച്ചും അതിൽ നിന്ന് അവർ രക്ഷിക്കാനുള്ള ഒരു പരിഹാരത്തെ കുറിച്ചും അന്വേഷിച്ച് നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയില് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ അവതരിക്കുന്ന ഘട്ടത്തിൽ 5 ആയത്തുകൾ അവതരിച്ചത്. ഈ 5 ആയത്തുകൾ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 21 വർഷത്തെ പ്രബോധന ഘട്ടത്തില് ഈ 5 ആയത്തുകൾ അവതരിച്ച് പിന്നീട് ഒരായത്ത് അവതരിക്കാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ആലോചിച്ചു, എത്ര സമയം എടുക്കുന്നുണ്ട്? ഏകദേശം 3 വർഷം. ഈ 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടുത്ത ആയത്ത് അവതരിക്കാൻ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ 3 വർഷത്തേക്ക് അവർക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 5 ആയത്തിലൂടെ കൊടുത്തിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. 5 ആയത്തിൽ പറഞ്ഞ എന്താണ്? യഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലെ? നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ, ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഖറ, നിങ്ങൾ വായിക്കണം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ, അല്ലെ? ഇൽമു തേടാൻ വേണ്ടി മനുഷ്യനോട് പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തുകൊണ്ടാണ് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങൾ അറിവ് നേടണം, അത് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം. ഈ ഇൽമിലൂടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാല് ഈ 5 ആയത്തുകൾ അത് തന്നെ സൂക്ഷ്മമായി പഠിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അത് തന്നെ ജീവിതത്തിലെ വലിയ പരിവർത്തനത്തിന് മനുഷ്യനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ അതെന്തിലൂടെ സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ഖുർആനിലെ ശകലങ്ങൾ എന്ന് ആയത്ത്, സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൻ നസ്റാണ്. ശകലങ്ങൾ എന്ന് പറയുന്നത് അത് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. അതായത് ഈ ദീനിനെ പൂർത്തീകരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു, അല്ലെ?
അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആന്റെ അവതരണം. ഈ ഇൽമിന്റെ പൂർത്തീകരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് അവരുടെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന എന്താണ്? ഈ ഇൽമ് ലഭിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥ അനുഗ്രഹം നേടാൻ സാധിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് കിട്ടാത്ത ആളുകളെ കുറിച്ചും കിട്ടുന്ന ആളുകളെ കുറിച്ചുമുള്ള ഒരു വ്യത്യാസം സൂറത്ത് സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. രണ്ടു തരം വിശ്വാസികളെ കുറിച്ച് പറയാട്ടോ. ഒരു വിഭാഗം ആളുകള് അവരുടെ പ്രത്യേകത എന്താ? എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനോട് താണുകയാണ് പ്രാർത്ഥിക്കും, ആ പ്രയാസം ഒന്ന് മാറിക്കിട്ടാൻ. ഇതൊരു വിഭാഗം ആളുകളാട്ടോ. പിന്നെ ആ അനുഗ്രഹം നീങ്ങി കഴിഞ്ഞാലോ, അവര് കാണുന്ന അനുഗ്രഹം നീങ്ങി കഴിഞ്ഞാലോ പിന്നെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മുമ്പ് പ്രാർത്ഥിച്ചെന്ന് തോന്നാത്ത വിധത്തിൽ അള്ളാഹനെ മറന്നു കളയുന്ന ആളുകൾ. ഇങ്ങനെയായിരിക്കും മെജോറിറ്റി ആളുകളും. അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം റബ്ബിനെ ഓർക്കുക, ബാക്കിയുള്ള സമയത്തിലോ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും നല്ലൊരു ശതമാനം മനുഷ്യരും. പക്ഷെ അള്ളാഹു പറയാണ് ഇതിൽ നിന്ന് മാറിയൊരു വിഭാഗമുണ്ട്. ആരാണവർ? അമ്മൻ ഹുവ ഖാനിതുൻ അന അല്ലൈലി സാജിദൻ, അള്ളാഹുവിന് കീഴ്വണങ്ങിയ രാത്രിയിൽ സുജൂദിൽ ഏർപ്പെടുന്ന. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും? യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി, അവരെപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കും, യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് കേട്ടോ. ആഖിറ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ലോകത്തെ കുറിച്ചല്ല, നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ച് എന്ത് ചെയ്യും? ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ. എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ, ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അല്ലെ. ഈ പ്രസന്റിൽ നിൽക്കുമ്പോ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾ നമ്മൾ. പക്ഷെ ആ ആലോചന ദുനിയാവിനപ്പുറമുള്ള യഥാർത്ഥ ലോകത്തെ കുറിച്ചാകും. റഹ്മത റബ്ബിഹി, അവർ ഇൽമിലൂടെ തിരിച്ചറിയുന്ന എന്താ? അള്ളാഹുവിനറിയും, അള്ളാഹുവിന്റെ റഹ്മത്താണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കും. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറയും, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഈ ഇൽമുള്ള ആളുകളും ഇല്ലാത്ത ആളുകൾ ഈക്വൽ ആണോ? ഒരിക്കലുമല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ഈ ഉത്ബോധനം ലഭിക്കുക ആർക്കാണ്? ജീനിയസ് ആളുകൾക്കാണ്. ഉൽ അൽബാബ് എന്ന് ഖുർആന്റെ ഒരു സുന്ദരമായ പ്രയോഗമാണ്. ബുദ്ധിയുള്ള, വിവേകമുള്ള, തിരിച്ചറിവ് നേടുന്ന ജീനിയസ് ആളുകൾക്കാണ് ഉൽ അൽബാബ് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ കാറ്റഗറിയിലുള്ള ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. മറ്റേ കാറ്റഗറിയിലുള്ള ആളുകളോ ബഹുഭൂരിപക്ഷം അങ്ങനെയായിരിക്കും. ജീവിതത്തിലെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം റബ്ബിനെ ഓർക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗമോ ഈ ഇൽമ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് സബ്മിറ്റ് ചെയ്ത ആളുകൾ, അതിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത ആളുകൾ. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആഗ്രഹിക്കുന്ന നേടാൻ നമുക്ക് ഈ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്തേ മതിയാവുള്ളൂ. അത് അത്ര എളുപ്പമുള്ളതല്ല. പക്ഷേ ആ വഴിയിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അനുഭൂതി ആസ്വദിക്കുന്ന ഒരാൾക്ക് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇൽമു തേടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് കേട്ടാല് ചിലപ്പോൾ ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ തുടങ്ങും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൽ ജന്ന. ഇത് ഹദീസാട്ടോ. ഇതിന്റെ വ്യത്യസ്ത വേർഷനുകൾ, ഡിഫറെന്റ് ഹദീസുകളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇൽമു തേടിയിട്ട് ഒരാൾ ഒരു വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി റിളൻ ബിമാ സന. നിങ്ങൾ ഇൽമിന്റെ വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് മലക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തരായിട്ട് അവരുടെ ചിറകുകൾ നിങ്ങൾക്ക് വിരിച്ചു തരും. വഇന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് ഹത്തൽ ഹിതാൻ ഫിൽ മാ. ഇൽമു തേടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആകാശഭൂമികളിലെ എല്ലാ വസ്തുക്കളെയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. എത്രത്തോളം? വെള്ളത്തിലെ മത്സ്യം വരെ എന്നാണ്. മത്സ്യം മാത്രമെന്നല്ല, വെള്ളത്തിലെ മത്സ്യം വരെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. ഇതിന്റെ മഹത്വം മനസ്സിലാകുന്ന സിമ്പിൾ ഉദാഹരണം പറയാണ്. നിങ്ങൾ ആകാശത്ത് കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ, എണ്ണിയാൽ തീരാത്തത്ര, നമ്മുടെ ആയുസ് മുഴുവൻ എണ്ണിയാലും ഓരോ സെക്കൻഡ് വെച്ച് എണ്ണിയാലും തീരാത്തത്ര നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്, ഗാലക്സികളുണ്ട്. അള്ളാഹു പറയാണ്, ഇതിനിടക്ക് നക്ഷത്രങ്ങൾക്കിടക്ക് നിങ്ങൾ ഒരു ചന്ദ്രനെ കാണാറുണ്ടല്ലോ. പ്രശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രന് നക്ഷത്രങ്ങൾക്കിടയിലുള്ള സ്ഥാനം നമ്മുടെ കാഴ്ചയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇൽമുള്ള ആളുകൾക്കുള്ള പ്രത്യേകത.
وإن العلماء ورثة الأنبياء وإن الأنبياء لم يورثوا دينار ولا درهم وإنما ورثوا العلم فمن أخذه أخذ بخل وافر. എന്ന് പറയുന്നത് എന്താ? ഇൽമുള്ള ആളുകൾ പ്രവാചകന്മാരുടെ അനന്തരന്മാരാണ്. അവർക്ക് കിട്ടിയ ഇൽമ് എന്താണ്? പ്രവാചകന്മാർ അനന്തരമായി കൊടുത്തത് സമ്പത്തല്ല, സ്വത്തല്ല, അല്ലെങ്കിൽ പറമ്പല്ല, ഇതുപോലുള്ള ഭൗതികമായ വസ്തുക്കൾ, മറിച്ചെന്നാണ് അവർ ഇൽമ് കൊടുത്തു. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായി ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ഹദീസ് മാത്രം പഠിച്ചാൽ നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവും. എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് എല്ലാ പണിയും നിർത്തി എന്തെയും പൂർണ്ണമായ ഇൽമു പഠിക്കാൻ മാറ്റി നിൽക്കണമെന്നല്ല, മറിച്ച് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ദിശ എന്താണെന്ന് അറിയാൻ. ഈ ജീവിതത്തിൽ വിജയിക്കാത്ത ആളുകളെ കുറിച്ച് അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം പറയുന്ന ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്നാണ്, അല്ലെ? വേർ ഐ വാണ്ട് ടു ഗോ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടെന്ന് അറിയാത്ത ആളുകളാണ് ലൈഫിൽ പലപ്പോഴും ടെൻഷൻ അടിക്കുക. ഇവിടെയുള്ള ആൾക്ക് പൊതുവെ പ്രശ്നമുണ്ട്, എന്ത് എന്താ ചെയ്യാ, നാളെ എന്ത് ചെയ്യാ, 10 വർഷം കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ഈ ക്ലാരിറ്റി കിട്ടണം നമുക്ക് എന്ത് വേണം? ഇൽമു വേണം. ഇൽമത്ത അല്ലാത്ത ആളുകളെ കുറിച്ച് സിമ്പിളായി പറഞ്ഞാല്, നിങ്ങൾ അറിയാത്തൊരു വഴിയിൽ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷെ റൂട്ട് കൃത്യമല്ല, നിങ്ങൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വഴിയിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വഴിതെറ്റിക്കാൻ സിമ്പിളായി സാധിക്കും, അല്ലെ? പലപ്പോഴും ദീനിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. മറ്റു പലരും എന്തെങ്കിലും ദീനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിനാകെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെ? ദീനെന്താ കുഴപ്പമുണ്ട്, ശരിയാണല്ലോ അവർ പറയുന്നത്, ദീൻ അത്രമാത്രം ഉത്കൃഷ്ടമാണോ, അല്ലെ ദീൻ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥ അങ്ങനെയാണോ, അല്ലെ? ഇങ്ങനെ ചില സംശയങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് ഈ അർത്ഥത്തിൽ ദീനിനെ മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 18 ഡിസംബർ 19 ഡിസംബർ 18 ഒരു പ്രത്യേകത ഉണ്ട്. ഇന്റർനാഷണൽ അറബിക് ഡേ ആണ്. ഇന്റർനാഷണൽ അറബിക് ഡേ ആണ് എന്ത്? ഡിസംബർ 18. എന്നാൽ അറബി ഭാഷയുടെ പ്രത്യേകത, ഇൽമു തേടുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? അറബി ഭാഷ പഠിക്കാൻ ശ്രമിക്കുക. അത് വലിയ ടാസ്ക് ഒന്നല്ല, ഏറ്റവും സുന്ദരമായ ഒരു ഭാഷയാണ് അറബി ലാംഗ്വേജ്. അല്ലാഹു പറഞ്ഞത് തഅല്ലമുൽ ലുഗത്തുൽ അറബിയ്യ ഫഇന്നഹ മിൻ ദീനിക്കും, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം, അത് നിങ്ങൾ ദീനിന്റെ ഭാഗമാണ്. അങ്ങനെ പഠിപ്പിച്ചത് അറബി ഭാഷ. ഈ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ച് അതിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അറബി ഭാഷയെ കുറിച്ച് പറയാണ്, നിങ്ങൾ ചിന്തിക്കണം. സ്വർഗത്തിലെ ഭാഷയാണല്ലോ അത്. നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിത വഴിയായി വിശുദ്ധ ഖുർആന്റെ ഭാഷയാണല്ലോ അത്. സിമ്പിളായി പഠിക്കാൻ പറ്റും ശ്രമിക്കുന്ന ആളുകൾക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്തെ ഏത് ഭാഷക്കുമുള്ളതിനേക്കാൾ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞാല്, അറബി ഭാഷ കാലാധിവർത്തിയാണ്. ഖുർആന്റെ ഒരു അമാനുഷികത, മുഅ്ജിസത്താണത്. കാലാധിവർത്തിയാണ് എന്ന് പറഞ്ഞാല് 1616 മരിച്ച, 1616 മരിച്ച ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ റൈറ്റർ ഉണ്ട്, ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇംഗ്ലണ്ട് നാഷണൽ പോയറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ മികച്ചൊരു എഴുത്തുകാരൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല. പക്ഷേ 400 വർഷം മുമ്പ് മാത്രം മരിച്ച ഷേക്സ്പിയറിന്റെ ഭാഷ ഇന്നത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് അജഗജാന്തരമുണ്ട്. പഠിച്ച ആൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ഒരു നോർമൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് അത് മനസ്സിലാവില്ല. ഇനി അത്ര വേണ്ട, കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, സനാഉള്ള മക്തി തങ്ങൾ. അദ്ദേഹം 884 എഴുതിയ പാർക്കലീത്ത പോർക്കൾ എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകം കഠോര കൂടാരം, അല്ലെ? ഈ ഭാഷ ഇന്ന് മലയാളത്തിലുണ്ടോ? 150 വർഷമായിട്ടുള്ളൂ. നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ? പാർക്കലീത്ത പോർക്കളം, കഠോര കൂടാരം, അല്ലെ? ഇങ്ങനെ ചില വാക്കുകൾ നമ്മൾ കേൾക്കാൻ പറ്റും. 150 വർഷം കഴിഞ്ഞേ ഉള്ളൂ അത്. ആ വാക്കുകൾ എന്ത് ചെയ്യുന്നു? ഭാഷയിൽ നിന്ന് മാറിപ്പോവാണ്. നിങ്ങൾ ലോകത്ത് ഏത് ഭാഷയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക്, ഈ അർത്ഥത്തിൽ കാലത്ത് അതിജീവിക്കാനുള്ള ശേഷി അതില്ല. പക്ഷേ 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ അറബിയിലാണ് അവതരിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ അറബി പഠിച്ചു കഴിഞ്ഞാൽ അന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയതുപോലെ അറബി ഭാഷയിലൂടെ ഖുർആനെ മനസ്സിലാക്കാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ, ഖുർആന്റെ ഭാഷ ദൈവികമാണ്, അത് കാലാധിവർത്തിയാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ലോകത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ, ജീവിച്ചു പോയ ഇന്ത്യയിൽ വരെ വന്നിരുന്ന പ്രശസ്തനായ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ലിയോപോൾഡ് വീസ്, യുക്രൈനിലെ ജൂത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അറബി ഭാഷ പഠിച്ച് ഖുർആന്റെ ട്രാൻസ്ലേഷൻ എഴുതുന്നുണ്ട്. മുഹമ്മദ് മിത, റിയോ ഇച്ചിമിത എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ പ്രശസ്തനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ
ഒരു വലിയ ഘട്ടം കഴിഞ്ഞ് ഏകദേശം 50 വയസ്സിനടുത്ത സമയത്ത് ഇസ്ലാം സ്വീകരിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ സാക്ഷരിയുണ്ട്. അങ്ങനെ അത്രയോ ആളുകളെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഷയോട് നമുക്കൊരു മുഹബത്ത് ഉണ്ടാവണം, പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ലോകത്ത് ഒരു ട്രാൻസ്ലേഷനും ഒരു പരിഭാഷക്കും ഖുർആന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഖുർആന്റെ ആശയം അതേപടി പകർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു തന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തെ, ആ അനുഗ്രഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ, മനസ്സിലാക്കാൻ, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അങ്ങനെ ഈ ദീന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇൽമ് തേടുന്ന, സവിശേഷമായിട്ട് കഴിയുമെങ്കിൽ നമ്മുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച ഭാഷ, സ്വർഗത്തിലെ ഭാഷ, ഖുർആന്റെ ലാംഗ്വേജ്, അറബി ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ ദീനെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് പ്രതീക്ഷിക്കാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തന്ന ഈ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ പടച്ചവൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ജൂതന്മാരുടെ ഒരു ആഘോഷ സന്ദർഭത്തിൽ ബീച്ചിൽ വെച്ചിട്ട് 15ഓളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു പിതാവും മകനും. ആ നാമധാരികളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. എന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ നാമം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നും. നമ്മൾ യഥാർത്ഥത്തിൽ ദീനിനെ ഏതർത്ഥത്തിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് ആ ജീവൻ രക്ഷിച്ച ആളിലൂടെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പഠിപ്പിച്ചാണെന്ത്, നിങ്ങളൊരു ജീവൻ രക്ഷിക്കുന്നതിലൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചതിന് തുല്യനാണ്. ഈ അർത്ഥത്തിൽ ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഈ ദീനിന്റെ ഇൽമ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകത ലോകത്തെ വ്യത്യസ്തമായി കാണും. അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് നമ്മുടെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന നമ്മുടെ ബോധ്യം എന്താ, മിമ്മാൽ, അത് അള്ളാന്റെ മാർഗത്തിലാണ് കൊടുക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ വർധനവേ ഉണ്ടാക്കുകയുള്ളൂ, ഒട്ടും കുറക്കൂല. അതിലൊരു അവസരത്തെ കുറിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി ഇത്രയും ആളുകൾ നമുക്കറിയാം, അവിടെ പോലെ ആളുകൾ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ഒരു പള്ളി നിലനിൽക്കുന്നത്. എത്രയോ ആളുകൾക്ക് ആശ്വാസമാണ്. പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ വർക്കുമായി ബന്ധപ്പെട്ടൊരു എല്ലാവർക്കും കഴിയുന്ന ഒരു സംഖ്യ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മുസല്ലയുടെ ചെലവ് ഏകദേശം 6000 രൂപ. അത് ഓരോരുത്തർക്കും ഏറ്റെടുക്കാൻ കഴിയുന്നതായിരിക്കും. ആ അർത്ഥത്തിൽ ഈ പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, എല്ലാവരും കഴിയുന്ന രീതിയിലൊരു സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായ വർക്കുകൾ, ഇവിടുത്തെ ടൈലിന്റെ വർക്ക്, കർട്ടന്റെ വർക്ക്, വളരെ സിമ്പിളായ വർക്കുകൾ തന്നെ ചെയ്യാൻ വലിയൊരു ചെലവ് നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ പടച്ചവന്റെ ഭവനം നമ്മുടെ ഭവനങ്ങൾ കൊണ്ട് ചെലവഴിക്കുന്നത് പോലെ, നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ട് ചെലവഴിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നമുക്ക് പടച്ചവൻ തന്ന് നീക്കിവെക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കുകൾ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നാളെ പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഖൈറും ബർക്കത്തും ലഭിക്കുന്ന രീതിയിലാക്കി മാറ്റിത്തരണം നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീനിനെ കൃത്യമായി മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ നാഥ.
അള്ളാഹുവെ ഇതിന്റെ വക്താക്കളായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആർജവം, കരുത്ത് നീ ഞങ്ങൾക്ക് പകർന്നു തരണേ നാഥ. അള്ളാഹുവെ പല ആളുകളും നീ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തിൽ അനുഗ്രഹത്തോട് നന്ദി കാണിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ അവരൊക്കെ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവരെ, നീ പലർക്കും പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. സുവിശേഷമായിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ രോഗികളായി കിടക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അവരുടെ ബുദ്ധിമുട്ടുകൾ നീ പരിഹരിച്ചു കൊടുക്കണേ നാഥ. നന്മ നിറഞ്ഞ ലോകക്രമം കെട്ടിപ്പടുക്കാൻ, അതിന്റെ ഭാഗവാക്കാകാൻ അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ